ഹോം തിയേറ്റർ സെറ്റപ്പിൽ നമുക്കറിയാം നോർമൽ സൈസിനേക്കാൾ കൂടുതൽ ലാർജ് സൈസ് സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടി വിയുടെ ഇതിലേക്ക് വരുമ്പോൾ ടി വിയിൽ നോർമലി ആവറേജ് സൈസുള്ള സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആവറേജ് സൈസുള്ള സ്ക്രീനും ബിഗ് സ്ക്രീനും തമ്മിലുള്ള ടെക്നിക്കലി എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ സ്ക്രീൻ സൈസ് തന്നെ ഉണ്ടല്ലോ, ഇത് 130 ഉണ്ട്. അപ്പോൾ നോർമലി കാണുന്ന ഒരു 65, ഇപ്പോൾ താഴത്തെ സാറ് യൂസ് ചെയ്യുന്നത് 65 ടി വിയാണ്. അപ്പോൾ ഇത് വരുമ്പോൾ എന്തായി, നേരെ ഡബിളായി. അപ്പോൾ അത്രയും എന്തായി എക്സ്പീരിയൻസ് ബിഗ് ആവുക ചെയ്യണത്. അപ്പോൾ ഈ ടെക്നോളജി ഡിഫറൻസ് പറഞ്ഞല്ല, ടി വി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റാണ്. നമുക്ക് വേറെ എക്സ്ട്രാ മീഡിയ പ്ലെയറോ സ്പീക്കേഴ്സോ ബൂഫറോ ഒന്നും അടിയേണ്ട ആവശ്യമില്ല. എല്ലാം ഇൻബിൽറ്റ് വരുന്നൊരു ഡിവൈസാണ്. പ്രൊജക്ടറിനും അല്ലെങ്കിൽ സ്ക്രീനിനെ സംബന്ധിച്ച് എന്തായി, ഇത് വലിയ സ്ക്രീൻ കിട്ടും. വലിയ സ്ക്രീൻ കിട്ടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ മാത്രം വെച്ചിട്ട് കാര്യമില്ല. സ്ക്രീൻ വേണം, പ്രൊജക്ടർ വേണം, ഇതിലേക്ക് സിഗ്നൽ കിട്ടാൻ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ മീഡിയ പ്ലെയർ വേണം. ഇതിനെല്ലാത്തിനും പുറമെ ഇത് മൂന്നുമായി, സ്ക്രീനായി, പ്രൊജക്ടറായി, മീഡിയ പ്ലെയറായി. നമുക്ക് ഇനി ഇതെന്തായി, ഇതിന് സൗണ്ട് വേണം. ഒരു സൗണ്ട് ബാറോ അല്ലെങ്കിൽ ആംബോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ സൗണ്ടും കൂടെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായി ആഡ് ഓൺ ആവുക, കോസ്റ്റ് പിന്നെ കൂടി വരും. അപ്പോൾ അന്നേരം കോസ്റ്റ് കൂടുമ്പോൾ എന്ത് വരും, സ്ക്രീനും ലാർജ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആവും. അപ്പോൾ തിയേറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടി വി വെച്ച് ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നേ ഉള്ള വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു ലാർജ് സ്ക്രീൻ എക്സ്പീരിയൻസ് കിട്ടും. ശരിക്കും മൂവി ആസ്വദിക്കാനല്ലേ ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പ്രോപ്പർലി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ലാർജ് സ്ക്രീൻ തന്നെ ഓപ്റ്റ് ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് മറ്റേതുപോലെ അല്ല, ടി വി പോലെ അല്ല, പ്രൊജക്റ്റഡ് ഇമേജ് നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് കണ്ണിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സ്ട്രെയിനോ ഒന്നും വരുന്നില്ല.